ലുലു പോയിരുന്നു. ലുലു ഞങ്ങൾ നേരെ ചിക്കൻ കടയിലേക്ക് പോയിരുന്നു. അവിടുന്ന് കുറച്ച് ചിക്കൻ പാർട്സും ചിക്കൻ്റെ എല്ലും വാങ്ങിച്ചു. ഇത് പൊറോട്ടയ്ക്കുള്ള പരിപാടിയാണ്. പൊറോട്ട ഇത് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് നെയ്യ് ഒഴിച്ചു, എണ്ണ ഒഴിച്ചു, കടുകിടാൻ പോകുന്നു. കടുകിടുകയാണ്. സവാളയും അരിഞ്ഞ ഉരുളക്കിഴങ്ങും സവാള ഒഴിച്ചു. കസൂരി മേത്തിയാണ്. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഇലടി? കസൂരി മേത്തി ഇല എന്തിൻ്റെ ഇലയാണ് അത് ഇല പിടിച്ചിട്ടുണ്ടാക്കുന്നത്? ഉലുവാച്ചീര. ശരിക്കും നമ്മൾ ഉലുവാച്ചീര ഉണക്കിപ്പൊടിച്ചാണ് കസൂരി മേത്തി എന്ന് പറയുന്നത്. ഉലുവാച്ചീര അങ്ങനെ ചെയ്യുന്ന ഒരു ഇപ്പോൾ ഉള്ളക്കിഴങ്ങിലുണ്ട്. സവാളയും കടുകും ഉപയോഗിച്ച് സവാള വഴറ്റുകയാണ്. സവാള ഏകദേശം നല്ല സോഫ്റ്റായിട്ടുണ്ട്. എല്ലും നമ്മളതുപോലെ സെപ്പറേറ്റ് ഉണ്ട്. എല്ല് സെപ്പറേറ്റ് കിട്ടും. എല്ലും മട്ടും കരളും ഇതെല്ലാം നല്ലത് സെപ്പറേറ്റ് ഉണ്ട് ഞങ്ങൾക്ക്. പക്ഷെ നല്ല റേറ്റും കുറവാണ്. നല്ല ഇപ്പോൾ ഞങ്ങൾ ലുലു മേടിക്കുന്നതിനെക്കാട്ടി ലാഭത്തിന് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഞങ്ങളെ കടയിലാണ് പോയത്. സവാളയും ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ കടുകും നെയ്യെല്ലാം മിക്സ് ചെയ്ത് പൊടികളിടുന്നു. എന്ത് പൊടിയത്? മല്ലിപ്പൊടിയാണ് ഇടുന്നത്. അപ്പോൾ നമ്മളിട്ടേക്കുന്ന സവാളയും ഉരുളക്കിഴങ്ങും കടുകും നെയ്യും അല്ലേ? നെയ്യ് വെളിച്ചെണ്ണ. അതെന്ത് പൊടിയത്? മുളക് പൊടിയിലാണ്. മുളക് പൊടി കുറച്ച് കേട്ടോ, 20. ഗരം മസാല ഇട്ടിട്ട് മിക്സ് ചെയ്യാണ്. ചിക്കൻ്റെ കരളും അതുപോലെ തന്നെ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇടുന്നത്. ചിക്കൻ പീസും കരളും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ്. വെള്ളം ഒഴിച്ചു. നല്ലോണം മിക്സ് ചെയ്യാൻ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം പിന്നെ ഒഴിക്കുകയാണ്. മഞ്ഞപ്പൊടി ഇട്ട് മിക്സ് ചെയ്യുകയാണ്. ചിക്കൻ മസാല ഉണ്ടാക്കി മേടിച്ചേക്കുന്നത് നല്ല ചിക്കൻ മസാലയാണ്. കട്ട് ചെയ്ത് കത്രിയിൽ തട്ടിയതാണ്. ചിക്കൻ മസാല ഇടുകയാണ്. മിക്സ് ചെയ്യണം. കത്രിയില്ല, ഇതേ കത്രി
ചീര ഉണക്കി പൊടിച്ചാണ് കസൂരി മെത്തി എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് ഒന്ന് പരീക്ഷിക്കുന്നത് കസൂരി മെത്തി. ടേസ്റ്റ് എത്ര ഉണ്ടെന്ന് പറയാം. കുറച്ചിട്ടാൽ മതി ഓരോട്ടുണ്ട കുറച്ചിട്ടാൽ മതി. കസൂരി മെത്തി ഇട്ട് മിക്സ് ചെയ്യണം. അത് ഓവർ ചാറക്കണ്ട, അധികം വേണ്ട, ചാറൊക്കെ ഉള്ളു. പൊറോട്ടയുടെ ആവശ്യം എല്ലാത്തിൻ്റെ ഭർത്താവ് റെഡിയാണ്. ഇപ്പം ഇവിടെ ചിക്കൻ കറി റെഡിയായി വരുന്നു. ഏകദേശം ചിക്കൻ കറി എടുത്ത് കഴിഞ്ഞു. റെഡിയായി. ഇവിടെ രണ്ടെണ്ണം നെയ്യും എണ്ണയാണ് മിക്സ് ആയിട്ടാണ് വരുന്നത്. ഏത്തപ്പൊടി മുതൽ മിക്സ് ചെയ്യുക, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. കട്ട് ചെയ്യാണ്, ഇതുപോലെ കട്ട് ചെയ്യാണ്. സിമ്പിൾ മെത്തേഡാണ്. വേണ്ട പടത്തിൽ പിടിക്കുക. അതുപോലെ നമുക്ക് അതുപോലെ കൈകൊണ്ട് തന്നെ ചെയ്യാത്. രണ്ടും കഴിഞ്ഞ് ലാസ്റ്റ് എന്നുള്ളത് പരത്തി അത് വെച്ചിരുന്നില്ല, പാത്രത്തിൽ വെച്ചിരുന്നത് അത് പരത്താണ്. നമ്മുടെ മാസ്റ്റർ ഷെഫാണ്. ഇപ്പോൾ ഇതിലേക്ക് ഇതാണ് പൊറോട്ട അതിലേക്ക് ഫ്രൈ പാൻ. നമ്മുടെ ബ്രഷാണ്. കുറച്ച് നെയ്യ് വട്ടിയല്ലെങ്കിൽ എണ്ണ എന്താ വട്ടിയത്? നെയ്യ് വട്ടി കൊടുക്കുന്നത്. ഇത് ആർക്കും നമുക്ക് വീട്ടിൽ വെറുതെ പുറത്ത് പോയി ഈ പൊറോട്ട മേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല സിമ്പിളാണ്. അതുപോലെ സിമ്പിളാണ് നമ്മൾ കറക്റ്റ് കൊടുത്താൽ നമ്മുടെ കൈകൊണ്ട് വളരെ നൈസാണ് മാറ്റി കൊടുക്കുക. ഉള്ള കാര്യം അടിക്കാനും വലിക്കാനും പോകേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആൻഡ് ഹാൻഡിൽ. എണ്ണ ചൂടുന്നെങ്കിൽ കൊടുക്കും, ഇതുപോലെ കൈ കൊടുത്ത് ആ ഷേപ്പ് ആക്കി വെക്കുക. ഇതിങ്ങനെ പരത്തി വെച്ചാൽ മതി കറക്റ്റാക്കി. ആ
ഇതൊക്കെ നമ്മൾ വെച്ച് നെയ്യ് വെട്ടാണ്. നെയ്യ് എണ്ണങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അടിക്കാൻ ലെയറാവുന്നത് വേറെ ഒരടി അടിച്ചല്ലേ അവിടെ അല്ലേ? ഇത് ലെയറായിട്ടുണ്ട്. കാരണം നല്ല ലെയറായിട്ടുണ്ട് പൊറോട്ട. നല്ല പൊറോട്ട അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കുന്ന കാര്യമുള്ളൂ. ഇത് നമുക്ക് പുറത്തുനിന്ന് വെറുതെ കാശ് കളയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഇത് ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ. സിമ്പിളാണ്. അത് കുറച്ച് ക്ഷമ വേണം, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ. ടൈമിങ്ങും അധികം വേണമെന്നില്ല. ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊറോട്ടയും കൂട്ടി കഴിക്കാം, ടേസ്റ്റ് ചെയ്യാം. എന്തായാലും പൊറോട്ട നമ്മൾ കഴിക്കാൻ പോവാണ്. നല്ല ലെയറായിട്ട് കിട്ടി. നല്ല ലെയറായിട്ട് കിട്ടി. നല്ല ടേസ്റ്റിയാണ്. നമ്മളൊരു ഉരുളക്കിഴങ്ങ് എടുത്ത് അടിപൊളി. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി സൂപ്പറായിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. ആ പൊറോട്ട നെയ്യ് നല്ല സൂപ്പർ പൊറോട്ട. ആ ചിക്കൻ കറി കൂടി കഴിക്കുമ്പോൾ ടേസ്റ്റ് ഇല്ല. അടിപൊളി. ആവശ്യമില്ല. നന്നായിട്ട് ലെയർ വന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസമാവട്ടെ. ഓക്കെ, താങ്ക് യു ഗൈസ്.